വേതനം കൊടുത്താണ് അവരുടെ സർവീസസ് നമ്മൾ മേടിക്കുന്നത്. ഇത് ഞാൻ പല വേദികളിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അത്രയും തവണ ഇത് റിപ്പീറ്റ് ചെയ്താലും എത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കലാകാരൻ്റെ കേസ് മാത്രം വരുമ്പോൾ ഇതിന് വാക്ക് വളരെ പെട്ടെന്ന് ദക്ഷിണ എന്നാവും. എന്തുകൊണ്ടാണ് എൻ്റെ പാട്ട് നിങ്ങൾ തരുന്നത് ദക്ഷിണയാവുന്നത്? എനിക്ക് തരേണ്ടത് കൂലിയാണ്, ഞാൻ ചെയ്യുന്നത് തൊഴിലാണ്. ഞാൻ 2 മണിക്കൂർ നിന്ന് നിങ്ങളെ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തിൽ നിങ്ങൾ എനിക്ക് തരുന്ന പൈസ എനിക്ക് തരേണ്ട വേതനമാണ്. ആ വേതനം എന്നുള്ള കാര്യം കലാകാരന്മാർക്കിടയിൽ ഇന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറല്ല. നിങ്ങൾക്ക് ദൈവദത്തമായി കിട്ടിയതിന് നിങ്ങൾ എങ്ങനെ ഒരു വിലയിടുന്നു? ദൈവദത്തമായി കിട്ടിയ ഒന്നിനും ഇവിടെ സാധുതയില്ല. നമ്മൾ കൊടുക്കുന്ന എഫർട്ടും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസസും പ്രാക്ടീസും പ്രവൃത്തി പരിചയവും ഒക്കെ കൂടിയുള്ള ആകത്തുകയാണ് കലാകാരൻ വേദിയിൽ അവതരിപ്പിക്കുന്ന 5 മിനിറ്റ് ഗാനം. ഒരു നല്ല പ്ലംബറിനെ വിളിക്കുമ്പോൾ അദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് പൈപ്പ് റിപ്പയർ ചെയ്തതിനല്ല നമ്മൾ പൈസ കൊടുക്കുന്നത്. അദ്ദേഹത്തിന് 20 വർഷത്തെ 30 വർഷത്തെ പ്രവൃത്തി പരിചയത്തിനുള്ള വേതനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് കലാകാരൻ 3 മിനിറ്റല്ലേ പണിയുള്ളൂ, അതിന് 300 രൂപ വന്നാൽ പോലെ എന്ന് ചോദിക്കുന്നത് എത്ര വൈരുദ്ധ്യാത്മകമായ ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ക്രാഫ്റ്റിനെ പോലെ തന്നെയാണ് കലയും. ക്രാഫ്റ്റ് അല്ല, ഇതെന്തോ നിങ്ങൾക്ക് കൈവന്ന ഒരു കാര്യമാണ് എന്ന് കലയെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര തിരക്കാണ് എല്ലാവർക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ മിടുക്കൊന്നുമല്ല, നിങ്ങൾക്ക് കിട്ടിയതാണ്. ഓഫ് കോഴ്സ് ടാലൻറ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി യൂജനിക്കായിട്ട് കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഫുള്ളി യൂജനിക് അല്ലാതെ സയൻസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വെറും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ബാക്കിയെല്ലാം ഒരു കലാകാരൻ ചെയ്തെടുക്കുന്നതും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും അദ്ദേഹം കടന്നു പോകുന്ന